കൊച്ചിയിൽ യുവാവിനെ ബാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോനെ പ്രതി ചേർത്തു. വാഹനത്തിൽ യുവാവിനെ മർദ്ദിക്കുന്ന സമയത്ത് നടി കൂടെയുണ്ടായിരുന്നുവെന്നും കുറ്റകൃത്യത്തിൽ നടിക്ക് പങ്കുണ്ടെന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ലക്ഷ്മി മേനോൻ ഒളിവിലാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. ഒരു ബാറിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു ഇതിനകത്ത് ഈ കേസിലെ പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാർ മറ്റുള്ളവരെ വണ്ടിയെ തടഞ്ഞിട്ടും അവിടെ വെച്ച് നോർത്ത് പാലത്തിൻ്റെ മേലിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പരാതിക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നതാണ് പരാതി. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്തു നോർത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ. അതിനകത്ത് പ്രതികളായിട്ടുള്ള 3 പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ലേഡി കൂടെ ഉണ്ട്, മാറി നിൽക്കുകയാണ്. അതാണ് നിലവിലുള്ള സ്ഥിതി. അതിൻ്റെ ബാറിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തിരുന്ന യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്യാം, എന്തൊക്കെ കാര്യങ്ങളിൽ പോലീസിന് ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട് ഈ സംഭവത്തിൽ? ശ്യാം, ഉന്മേഷ്, ഈ മാസം 25-ാം തീയതി ഉണ്ടായ സംഭവത്തിലാണ് പോലീസ് കേസെടുക്കുകയും 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ മറ്റൊരു പ്രതിയായിട്ട് നടി ലക്ഷ്മി മേനോനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. ഇവർക്ക് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നടി ഒളിവിൽ പോവുകയായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ നടിക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഈ കുറ്റകൃത്യം നടക്കുന്നത് ഒരു ബാറിൽ വെച്ചാണ്. അതിനുശേഷം ഈ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന വാഹനം നോർത്ത് പാലത്തിന് സമീപം നടി ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച കാർ കുറുകയിട്ട് തടയുകയും ഈ യുവാവിനെ അവരുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിക്കുകയുമായിരുന്നു. ഈ മർദ്ദന സമയത്തൊക്കെ വാഹനത്തിൽ നടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് പറവൂർ കവലയിൽ ഈ യുവാവിനെ ഇറക്കി വിടുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും CCTV ദൃശ്യങ്ങളുടെയും മറ്റ് തെളിവുകളുടെയും മൊബൈൽ നെറ്റ്വർക്കുകളുടെയും ഒക്കെ സാഹചര്യ തെളിവുകൾ ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുകയും ഇപ്പോൾ നടിയെ പ്രതി ചേർത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നടി ഒളിവിലാണ് എന്നുള്ള ഒരു വിവരം കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും അവരെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, ശ്യാം, ഇപ്പോൾ നേരത്തെ ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ യുവാവ് ഈ നടിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മൊഴിയൊന്നും നൽകിയിട്ടില്ല എന്നായിരുന്നുവല്ലോ പുറത്തു വന്ന വിവരം. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ നടിയുടെ പങ്ക് ബോധ്യപ്പെടുകയായിരുന്നോ ശ്യാംകുമാർ? ഉന്മേഷ, ഈ വാഹനത്തിനുള്ളിൽ നടി ഉണ്ടായിരുന്നു. നടി ഉൾപ്പെടെ ഉള്ളവരാണ് ഈ യുവാവിനെ വാഹനം വട്ടം വെക്കുകയും പിന്നീട് അസഭ്യം പറയുകയും ചെയ്തത്. ആ വീഡിയോ ദൃശ്യങ്ങളിലടക്കം നടിയുടെ മുഖവും അവർ അസഭ്യം പറയുന്നതും വ്യക്തമാണ്. പിന്നീട് ഈ യുവാവിനെ വലിച്ചിറക്കി കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്ത വാഹനത്തിലും ഈ നടി ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. യുവാവിൻ്റെ പരാതിക്കപ്പുറം ഈ കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിലെല്ലാം ഈ നടിയുടെ പങ്കുണ്ട്. അത് കുറ്റകൃത്യത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ ആളുകൾക്കൊപ്പം നടിക്കും സമാനമായ പങ്കുണ്ട് എന്ന് കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെയും പ്രതി ചേർത്തിരിക്കുന്നത്. മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞാണ് നടി ഒളിവിൽ പോയിരിക്കുന്നത്, മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ നടിയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് നോർത്ത് പോലീസ്, കേസ് അന്വേഷിക്കുന്ന നോർത്ത് പോലീസ് സംഘം അറിയിക്കുന്നത്. ശരി, ശ്യാംകുമാർ. എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.